നമസ്കാരം. എല്ലാവർക്കും സമയം മലയാളത്തിലേക്ക് സ്വാഗതം. പഞ്ചസാര പാനിയിൽ മുക്കി വിളമ്പുന്ന ഒരു മധുരപലഹാരം ഏത് എന്ന് ചോദിച്ചാൽ ഏത് കൊച്ചുകുട്ടി പോലും പറയും രസഗുള എന്ന്. പലരും കഴിച്ചിട്ടുമുണ്ടാകും. ഇത് വളരെ കോമൺ ആയിട്ടുള്ളൊരു മധുരപലഹാരമാണിത്. എന്നാൽ ഈ മധുരപലഹാരം കഴിക്കണമെങ്കിൽ ഇനി കടകളിൽ കയറി ഇറങ്ങണ്ട. പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള രസഗുള ഇനി വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ഇന്നിത് നമുക്കുണ്ടാക്കി കാണിച്ചു തരുന്നത് അശ്വിനിയാണ്. രസഗുള തയ്യാറാക്കാനായി ആവശ്യമുള്ള ചേരുവകൾ: 1/2 ലിറ്റർ പാൽ, 2 കപ്പ് വെള്ളം, ഒരു വലിയ കപ്പ് പഞ്ചസാര, ഒരു മുഴുവൻ നാരങ്ങ പിഴിഞ്ഞെടുത്ത നീര്, 1 സ്പൂൺ ചോളപ്പൊടി അല്ലെങ്കിൽ കോൺഫ്ലവർ. രസഗുള തയ്യാറാക്കാനായി ആദ്യം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് പാൽ ഒഴിച്ച് തിളപ്പിക്കുക. തിളച്ച പാലിലേക്ക് നാരങ്ങ നീര് ഇങ്ങനെ ഒഴിക്കുക. നാരങ്ങ നീര് ഇല്ല എങ്കിൽ ഒരല്പം വിനാഗിരി ഒഴിച്ചാലും മതിയാകും. ഇതിങ്ങനെ ഇളക്കി കൊടുത്ത് ഒന്നുകൂടി തിളപ്പിച്ചെടുക്കാം. പാലിലേക്ക് നാരങ്ങാനീര് ചേർത്ത് തിളപ്പിച്ച് ഒരല്പം കഴിയുമ്പോൾ പാൽ ഇങ്ങനെ പിരിഞ്ഞ് ഈ പരുവത്തിലായി വരും. ഇനി ഇതൊന്ന് അരിച്ചെടുക്കാം. അരിച്ച ശേഷം ഇതിലേക്ക് ഒരല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് പാലിന്റെ എന്തെങ്കിലും അംശം അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതുകൂടി മാറ്റിയെടുക്കാം. പിരിഞ്ഞ പാൽ അരിച്ചെടുത്തതാണ് ഈ പനീർ. ഈ പനീർ ഒരു മസ്ലിൻ തുണിയിലേക്കിട്ട ശേഷം ബാക്കിയുള്ള വെള്ളം ഇങ്ങനെ പിഴിഞ്ഞു കളയുക. അതിനുശേഷം ഇത് തുണിയിൽ പൊതിഞ്ഞു തന്നെ ഒരു അരമണിക്കൂർ നമുക്കിത് മാറ്റിവെക്കാം. നമ്മുടെ അരിപ്പയിലേക്ക് തന്നെയാണ് ഞാനിത് വെക്കുന്നത്. ഇതിന്റെ മുകളിൽ ഭാരമുള്ള എന്തെങ്കിലും ഒരു വസ്തു ഇങ്ങനെ വെക്കാം. വെള്ളം പൂർണ്ണമായും നീക്കം ചെയ്യാനുള്ള ഒരു വിദ്യയാണിത്. ഒരു അരമണിക്കൂർ ഇങ്ങനെ ഇരിക്കട്ടെ. ഈ സമയത്ത് മറ്റൊരു പാൻ ചൂടാക്കി അതിലേക്ക് ഞാൻ പഞ്ചസാര ചേർക്കുകയാണ്. ഇതിലേക്ക് 2 കപ്പ് വെള്ളം കൂടി ചേർത്ത് നന്നായി ഇളക്കി പഞ്ചസാര പൂർണ്ണമായും വെള്ളത്തിൽ ലയിപ്പിച്ചെടുക്കുക. ഏകദേശം അരമണിക്കൂർ ആയിട്ടുണ്ട്. മസ്ലിൻ തുണിയിൽ പൊതിഞ്ഞു വെച്ച പനീർ നമുക്ക് ഇനി തുറന്നു നോക്കാം. വെള്ളം മുഴുവനായും പോയിട്ടുണ്ട്. ഇത് ഒരു പരന്ന പാത്രത്തിലേക്ക് എടുത്ത് ഇങ്ങനെ പൊടിച്ചെടുക്കുക. ഇതിലേക്ക് ഒരല്പം ചോളപ്പൊടി കൂടി ചേർത്ത് നന്നായി ഇളക്കി മാവ് രൂപത്തിൽ ആക്കണം. ഇനി ഈ മാവിൽ നിന്ന് അല്പാൽപമായി ഇങ്ങനെ എടുത്ത് ചെറിയ ഉരുളകൾ ഉണ്ടാക്കുക. മറ്റൊരു സൈഡിൽ നമ്മുടെ പഞ്ചസാര പാനി നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. തിളയ്ക്കുന്ന ഈ പാനിയിലേക്ക് ഞാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഉരുളകൾ ചേർക്കുകയാണ്. ഇനി ഇതൊന്ന് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് പാകം ചെയ്യാം. 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ രസഗുളയുടെ വലിപ്പം ഇരട്ടിയാകുന്നതായി കാണാവുന്നതാണ്. നമ്മുടെ രസഗുള റെഡി ആയിട്ടുണ്ട്. നോക്കൂ, ഇതിന്റെ വലിപ്പം ഒക്കെ നന്നായി കൂടി വന്നിട്ടുണ്ട്. പഞ്ഞി പോലെ സോഫ്റ്റ് ആയ ഈ രസഗുള ഞാൻ പഞ്ചസാര പാനിയോടൊപ്പം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ചൂടോടെയോ തണുപ്പിച്ചോ ഇത് കഴിക്കാവുന്നതാണ്. കണ്ടില്ലേ, രസഗുള ഉണ്ടാക്കാൻ എത്ര എളുപ്പമാണ്. ഇനി ഇത് കഴിക്കാൻ പുറത്ത് കടകളിലേക്ക് പോകണമെന്നില്ല. നിങ്ങൾക്കും പഞ്ഞി പോലെ സോഫ്റ്റ് ആയ രസഗുള വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ. ഇതുപോലെ വ്യത്യസ്തങ്ങളായ വിഭവങ്ങൾ ഇനിയും നിങ്ങൾക്ക് മുന്നിൽ ലഭിക്കാൻ സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു രുചികരമായ വിഭവവുമായി വീണ്ടും വരുന്നതുവരെ നന്ദി.